ഞാൻ രഹനയോട് പറയായിരുന്നു, എത്ര ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങള് വഴക്കുകൂടിയിരുന്നെന്ന്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഓരോരുത്തരും വിചാരിക്കും അവരവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന്. ആ ശരികൾക്കിടയിൽ കുറെ തെറ്റുകൾ മറിഞ്ഞു കിടപ്പുണ്ടാവും. അത് മറ്റുള്ളവർക്കായി കാണാൻ കഴിയൂ. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. 90% വഴക്കുകളും അനാവശ്യമാണെന്ന് മനസ്സിലാകും. ഒരു കുടുംബമാകുമ്പോൾ ഭാര്യയും ഭർത്താവും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് എല്ലാവരും പറയാറുണ്ട്. കോംപ്രമൈസ്, അതാ അധികവും കേൾക്കാറുള്ള വാക്ക്. അർത്ഥമില്ലാത്ത വാദമാണത്. ഒത്തുതീർപ്പെന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ്. ഒരു അനുരഞ്ജനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. വേണ്ടത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, പരസ്പരം മനസ്സിലാക്കൽ, പൂർണ്ണമായ വിശ്വാസം. അതുണ്ടെങ്കിലേ സന്തോഷവും സമാധാനവും ഉണ്ടാകൂ. സ്വന്തം പിടിവാശികൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടികൾ അവരിതൊക്കെ കാണുന്നുണ്ട്. അവരുടെ കുഞ്ഞു മനസ്സ് വേദനിക്കുന്നുണ്ട്. അനുഭവിച്ചവർക്ക് ആ വേദനയുടെ ആഴമറിയൂ. എനിക്കറിയാം, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. പരസ്പരം പോരടിക്കുന്ന അച്ഛനമ്മമാർക്കിടയിൽ ഉറക്കം വരാതെ എത്രയോ രാത്രികൾ. നിയമത്തിന്റെ അനുവാദം വാങ്ങി അവർ രണ്ടു വഴിക്ക് പോയപ്പോൾ നഷ്ടപ്പെട്ടത് എന്റെ കുട്ടിക്കാലമായിരുന്നു. പിന്നീടൊന്നും തനിച്ച്. നിങ്ങളുടെ കുട്ടികളിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. അതുകൊണ്ടാണ്